ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ച് സിനിമാ ലോകം തന്നെ വിട്ട ചില നടിമാരുണ്ട്. അത്തരത്തിലൊരു നടിയാണ് ലയ. തൊമ്മനും മക്കളും, ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഉടയോൻ, രാഷ്ട്രം എന്നീ സിനിമകളിലൂടെ മലയാളത്തിൽ നിരവധി ആരാധകരെ ലയ സമ്പാദിച്ചിരുന്നു. മലയാളത്തിൽ ലയ ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പമായിരുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും ജയറാമിനൊപ്പവുമെല്ലാം ഒരു കാലത്ത് താരം തിളങ്ങിയിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലുമെല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനാണ് ലയയ്ക്ക് ഏറെയും അവസരങ്ങൾ ലഭിച്ചതും. വിവാഹിതയായതോടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നടി. ഇപ്പോൾ താരം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരവിനു ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തന്റെ രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താരം പറയുകയുണ്ടായി. മാത്രമല്ല തന്നെ കുറിച്ച് പ്രചരിച്ച ചില കഥകൾക്കും കൃത്യമായി മറുപടിയും താരം നൽകുന്നുണ്ട്. അഭിനയിക്കുന്ന കാലത്ത് അവസരങ്ങളോ പ്രതിഫലമോ ഒന്നും ലജ്ജ കാരണം താൻ തുറന്നു ചോദിച്ചിട്ടല്ല എന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുകൾ നഷ്ടമായെന്നും കൃത്യമായ PR ഇല്ലാത്തതിനാൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടുവെന്നും തനിക്ക് ഇഷ്ടപ്പെട്ടതും ലഭിച്ച ഓഫറുകളും താൻ ചെയ്യുകയായിരുന്നുവെന്നും ലയ പറയുന്നു. സിനിമ കഴിഞ്ഞിട്ടും പല നിർമ്മാതാക്കളും പ്രതിഫലം നൽകാതെ പറ്റിച്ച അനുഭവങ്ങൾ ഉണ്ടെന്നും ലയ പറയുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവർ പ്രതിഫലം നൽകിയില്ല. കുറഞ്ഞത് തന്റെ ജീവനക്കാർക്കെങ്കിലും പേയ്മെന്റ് നൽകണമായിരുന്നു. അതും അവർ ചെയ്തില്ല. പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പല സിനിമാ പ്രവർത്തകരും പ്രതികരിക്കാതെയായി. മാത്രമല്ല, നിങ്ങൾ ഒരു ഡോക്ടറുടെ മകളാണ്, നിങ്ങൾ പണത്തിന് പിന്നാലെ പോവുകയാണോ എന്നൊക്കെയുള്ള ചോദ്യം വന്നതോടെ പ്രതിഫലം നിർബന്ധിച്ചു വാങ്ങുന്ന രീതിയും നിർത്തി. അതുപോലെ പലരും ബാലൻസ് ഉള്ള പ്രതിഫലം തരാനുള്ള മടി കൊണ്ട് തന്നെ കാസ്റ്റ് ചെയ്യാതെ അടുത്ത പ്രൊജക്ടുകൾ വരുമ്പോൾ മറ്റുള്ള നടിമാരെ വിളിക്കാനും തുടങ്ങി. അത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒന്നായിരുന്നുവെന്ന് ലയ പറയുന്നു. അതേസമയം താൻ സിനിമയിൽ സജീവമല്ലാതിരുന്ന കാലയളവിൽ തന്നെ കുറിച്ച് പ്രചരിച്ച വാർത്തകളിലെ സത്യാവസ്ഥയും അഭിമുഖത്തിൽ ലയ വെളിപ്പെടുത്തി. തനിക്ക് ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുണ്ടെന്നും ആഡംബര ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്നുമുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് വീഡിയോകളിലും കണ്ടിരുന്നു. അംബാനി തങ്ങളുടെ അയൽക്കാരനാണ് എന്നും താൻ ദിവസേന വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് എന്നും തനിക്ക് സ്വന്തമായി വിമാനങ്ങളുണ്ട് എന്നൊക്കെ വരെ പല കഥകളും പ്രചരിച്ചിരുന്നു. അതുപോലെ ചിരഞ്ജീവി തന്നെ പണം തന്ന് സഹായിച്ചുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചിരഞ്ജീവി തന്നെ പണം തന്ന് സഹായിച്ചിട്ടില്ല, അതിന്റെ ആവശ്യം തനിക്കിപ്പോൾ ഇല്ല എന്നും ലയ വ്യക്തമാക്കി. വിജയവാഡ സ്വദേശികളായ ഡോക്ടർമാരാണ് ലയയുടെ മാതാപിതാക്കൾ. ഫാഷൻ ലോകത്ത് നിന്നാണ് ലയ സിനിമയിലേക്ക് എത്തിയത്. 42-കാരിയായ ലയ വിജയവാഡയിലാണ് ജനിച്ചു വളർന്നത്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലായി 40ഓളം സിനിമകളിൽ ലയ അഭിനയിച്ചിട്ടുണ്ട്. 2006-ലാണ് ഡോക്ടർ ശ്രീഗണേഷ് കോട്ടിയെ താരം വിവാഹം ചെയ്യുന്നത്. അതിനുശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് ഭർത്താവിനൊപ്പം ലോസ് ആഞ്ചലീസിലായിരുന്നു ലയ താമസിച്ചിരുന്നത്. താരത്തിന് 2 കുട്ടികളുമുണ്ട്. 2018-ൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വിജയവാഡയിൽ തന്റെ അച്ഛൻ നടത്തി വന്നിരുന്ന ക്ലിനിക് ഏറ്റെടുത്ത് നടത്തുകയാണ് ലയയും ഭർത്താവും. 2018-ൽ അമർ അക്ബർ അന്തോണി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ലയ അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.